ലോകത്ത് ഏറ്റവും മൂർച്ചയുള്ള ആയുധം നാക്കും തൂലികയുമാണ്. അതോളം വീര്യമുള്ള ശക്തമായ ആയുധങ്ങൾ വേറെയില്ല. അണ്വായുധങ്ങളും വജ്രായുധങ്ങളുമൊക്കെ ഉപയോഗിക്കണമോ വേണ്ടയോ, അത് നിർമ്മിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ രണ്ടായുധങ്ങളാണ്. എക്കാലത്തും സമൂഹത്തെ അടക്കി ഭരിച്ച രണ്ട് ആയുധങ്ങളാണ് നാക്കും തൂലികയും എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതിൻ്റെ പ്രായോഗികമായ ഒരു വാക്കാണ് സാഹിത്യം എന്ന് പറയുന്നത്. അറബി ഭാഷാ പണ്ഡിതന്മാരുടെ നിർവചനപ്രകാരം പറഞ്ഞാൽ സുബദ്ധമായ സാന്ദർഭികമായ സംസാരം, അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഒന്നാമതായി അത് ശുദ്ധമാകണം, സുബദ്ധമാകണം. മറ്റൊന്ന് സുഗ്രഹമാകണം, സാന്ദർഭികമാകണം. അപ്പോൾ സുബദ്ധവും സുഗ്രഹവും സാന്ദർഭികവുമായ സംസാരത്തിനാണ് സാഹിത്യം എന്ന് പറയുന്നത്. അത് ഗദ്യമുണ്ട്, പദ്യമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗദ്യസാഹിത്യമുണ്ട്, പദ്യസാഹിത്യമുണ്ട്. ലോകത്ത് എല്ലാ ഭാഷകളിലും സാഹിത്യമുണ്ട്. സാഹിത്യം പ്രബോധന രംഗത്ത് ഒരു വലിയ ആയുധമായി, ആശയവിനിമയ രംഗത്ത് ഒരു വലിയ ആയുധമായാണ് ഇസ്ലാം കാണുന്നത് എന്നതുകൊണ്ട് ലോകപ്രവാചകനായും അന്ത്യപ്രവാചകനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ പ്രബോധനായുധം അത് സാഹിത്യമാകുന്നു. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൻ്റെ യുഗത്തിലാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതനായിട്ടുള്ളത്. നമ്മുടെ കേരളക്കരയിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്ത് തന്നെ കേരളത്തിലെ ഏതാനും ആളുകൾക്കെങ്കിലും ഇസ്ലാം ആശ്ലേഷിക്കുവാനും മുസ്ലിമുകളുടെ പാദസ്പർശമേറ്റ് ഈ പുണ്യമായ ഭൂമിക്ക് പിളകം കൊള്ളുവാനുമുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് തന്നെ ഇവിടെ രചനകൾ നടന്നിട്ടുണ്ട്. ഭാഷയും സാഹിത്യവുമൊക്കെ ഒന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പ്രാകൃത മനുഷ്യന് ഭാഷ അറിയുമായിരുന്നില്ല. അവൻ ആംഗ്യഭാഷ ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്താണ് ഭാഷ പഠിച്ചത് എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മുടെ പ്രപിതാക്കന്മാരെ, നമ്മുടെ ആദിമ പിതാവിനെ ആ രീതിയിൽ പ്രാകൃതനായി ഇകഴ്ത്തുവാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന വിശുദ്ധ ഖുർആനിലെ വാക്യത്തിലൂടെ മനുഷ്യവർഗത്തെ ഇസ്ലാം ഉയർത്തിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദിമ മനുഷ്യൻ തന്നെ ബഹുഭാഷിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു, സംസ്കാര സമ്പന്നനായിരുന്നു, സകലകലാ വല്ലഭനായിരുന്നു എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭാഷ എക്കാലത്തും വലിയ ആയുധം തന്നെ. കേരളക്കരയിൽ മുസ്ലിമീങ്ങൾ അറബിയിലും മലയാളത്തിലും രചന നടത്തിയിട്ടുണ്ട്. പക്ഷേ മലയാള ഭാഷയ്ക്ക് ഒരു ലിപി, സ്വന്തമായ ലിപി വരുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായ ലിപി ആവിഷ്കരിച്ചവരെയാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെയാണ് മലയാള ഭാഷയ്ക്ക് ആദ്യമായി ലിപി നൽകിയവരാണ് മുസ്ലിമീങ്ങൾ. പിന്നെ അറബി തമിഴും അറബി പേർഷ്യനും അതുപോലെ അറബി കന്നഡയും എല്ലാം പിൽക്കാലത്ത് വന്നു. വളരെ നേരത്തെ തന്നെ അറബി മലയാളം നിലവിൽ വന്നിട്ടുണ്ട്. അറബി മലയാളത്തിൽ ലഭ്യമായ രചനകളിൽ ഏറ്റവും പ്രാചീനമായത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മുഹ്യിദ്ദീൻ മാല എന്ന് നിങ്ങൾ കേട്ടുവല്ലോ.
ജനമനങ്ങളെ ഭക്തി നിർഭരമാക്കുന്ന സാഹിത്യശാഖയാണ് അറബി മലയാള സാഹിത്യശാഖ എന്ന് പറയുന്നത്. അതിൽ പദ്യങ്ങളും ഗദ്യങ്ങളുമുണ്ട്. ചരിത്ര ഗവേഷകർ പറയുന്നു 5000-ലധികം കൃതികൾ ഉൾക്കൊള്ളുന്നതാണ് അറബി മലയാള സാഹിത്യമെന്ന്. 5000-ലധികം കൃതികൾ ഉൾക്കൊള്ളുന്നത് ഒരു വലിയ സമാഹാരമാണ് അറബി സാഹിത്യ സമാഹാരം എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് ഇത് അജ്ഞാതമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അറബി മലയാളത്തോടുള്ള നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു അവജ്ഞ. ഇന്ന് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡുകൾ മാത്രമാണ് അറബി മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇത് പരിഷ്കാരത്തിന് നിരക്കുകയില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പല ആളുകളും തുറന്നെഴുതുകയുണ്ടായി അറബി മലയാളം പഠിപ്പിക്കുന്നത് നിർത്തണമെന്ന്. വാസ്തവത്തിൽ അവർക്കിതിൻ്റെ മഹിമ മനസ്സിലായിട്ടില്ല. നമ്മുടെ പ്രാചീനമായ നമ്മുടെ പൂർവീകരുടെ പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ സാഹിത്യശാഖ അത് അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തുവാനും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക വിജ്ഞാനവും തനതായ രീതിയിൽ നിലനിർത്തുവാനും വാസ്തവത്തിൽ അറബി മലയാളം വേണം. മലയാള ഭാഷ ഒരിക്കലും അതിന് പര്യാപ്തമല്ല. ഇംഗ്ലീഷ് ഭാഷ പര്യാപ്തമല്ല. ഒന്ന് പറയട്ടെ, എന്തുകൊണ്ട് അറബി മലയാളത്തെക്കുറിച്ച് ചിന്തിക്കുകയും മലയാളത്തിന് അറബി ലിപി സ്വീകരിക്കുകയും ചെയ്തത് നമ്മുടെ പൗരാണികർ? ഗദ്യപദ്യങ്ങൾ എല്ലാം അറബി മലയാളത്തിൽ തന്നെ രചിക്കുവാനുണ്ടായ സാഹചര്യമെന്ത്? ഇന്നും നമ്മുടെ മദ്രസകളിൽ അറബി മലയാളം പഠിപ്പിക്കാനുള്ള കാരണമെന്ത്? അറബി മലയാള സാഹിത്യം നിലനിർത്തണമെന്ന് നാം വാദിക്കാനുള്ള കാരണമെന്ത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ ആൽഫബറ്റ് നോക്കൂ. അറബി മലയാളം അല്ല, നമ്മുടെ അറബി ഭാഷ. അറബി ആൽഫബറ്റ് എടുത്താൽ ആദ്യമായി അലിഫാണ് വരുന്നത്. ഒരു മനുഷ്യന് ആദ്യം ഒന്നാമത്തെ പ്രഥമമായ കടപ്പാട് അള്ളാഹുവിനോട്, രണ്ടാമത്തേത് അവൻ്റെ ഉമ്മയോട്, മൂന്നാമത്തേത് അവൻ്റെ ഉപ്പയോട്. അനിഷ്കുർലി വലിവാലിദൈക്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എനിക്ക് നന്ദി രേഖപ്പെടുത്തണം. നിന്റെ സ്രഷ്ടാവായ ലോകത്തിൻ്റെ അധിപതിയായ എനിക്ക് നീ കൃതജ്ഞത രേഖപ്പെടുത്തണം. വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കന്മാർക്കും. മനുഷ്യൻ്റെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനോട്, രണ്ടാമത്തേത് മാതാപിതാക്കന്മാരോട്. അള്ളാഹു എന്ന് പറയുന്ന പേര് അലിഫ് കൊണ്ട് ആണ് തുടങ്ങുന്നത്. അബുൻ എന്ന് പറയുന്ന ഉപ്പ എന്ന് പറയുന്ന പേര് അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഉമ്മുൻ എന്ന് പറയുന്നത് അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ആൽഫബറ്റ്, അറബി ഭാഷയിൽ ആൽഫബറ്റും തുടങ്ങുന്നത് ആ കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. വളരെ ലളിതം. അറബി ഭാഷ ലളിതം എന്നതുപോലെ തന്നെ അതിൻ്റെ എഴുത്തിൻ്റെ ഡയറക്ഷൻ വളരെ ലളിതം എന്നതുപോലെ നേച്ചുറലായി തന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് കണ്ണുപോലും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഇൻഷാ അല്ലാഹ് പറയാം, നമ്മുടെ കണ്ണു വർക്ക് ചെയ്യുന്നത് അങ്ങനെയാ. പന എന്ന് എഴുതിയാൽ കുട്ടി ആദ്യം പറ എന്ന് എഴുതിയാൽ കുട്ടിയുടെ കണ്ണ് ആദ്യമായി റായിൽ പതിയുന്നു എന്നാണ് പറയുന്നത്, പിന്നെയാണ് പായിൽ പതിയുന്നത്. അപ്പോൾ വലത്തു നിന്ന് ഇടത്തോട്ട് അറബി ഭാഷ എഴുതുന്നത് ഇംഗ്ലീഷ് എഴുതുന്നത് പോലെയല്ല, മലയാളം എഴുതുന്നത് പോലെയല്ല, ഹിന്ദി എഴുതുന്നത് പോലെയല്ല. വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. നാം ഒരു കുട്ടിയോട് സാധനം വെച്ച് മകനെ സ്ഥലം മാറ്റൂ എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങോട്ടല്ല നീക്കുന്നത്, കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നീക്കുന്നത്. പ്രകൃതി സഹജമായി തന്നെ കയ്യിൻ്റെ ചലനം അങ്ങനെയാണ് വരുന്നത്. അറബിയുടെ ലേഖനം തന്നെ വലത്തുനിന്ന് ഇടത്തോട്ട്. വളരെ ലളിതം. അലിഫ് കൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ ഫ്രം ദ ഈസി ടു ദ ഡിഫിക്കൽട്ട്, ഫ്രം ദ സിമ്പിൾ ടു ദ കോംപ്ലക്സ് എന്നാണല്ലോ പ്രമാണമുള്ളത്. എളുപ്പത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക്, ലഘുവിൽ നിന്ന് ഗുരുവിലേക്ക് എന്നാണ്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റ് വളരെ ലളിതം. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏറ്റവും സിമ്പിളായ ഒരു അക്ഷരത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റുകയില്ല. അമ്മ എന്നോ അച്ഛനെന്നോ കുട്ടിക്ക് സുപരിചിതമായ ഒരു വിഷയത്തിൽ നിന്ന് കുട്ടിക്ക് ഏറ്റവും സുപരിചിതമായത് അമ്മയും അച്ഛനുമാണ്.
അമ്മ കൊണ്ടോ അച്ഛൻ കൊണ്ടോ മലയാളത്തിൽ കുട്ടിയെ ആദ്യമായി മലയാള ഭാഷ പഠിപ്പിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു പദം തുടങ്ങാൻ പറ്റുകയില്ല. കാരണം ആ കണ്ട കുട്ടി പേടിച്ചു പോകും. ആ ഒന്നരക്ഷരം പോലെ ആന നിൽക്കുന്നിതമ്പട എന്നാ പറഞ്ഞത്. ആനയെപ്പോലെ ഭീകരമായാണ് ആ എന്ന് പറയുന്ന നമ്മുടെ ആൽഫബറ്റിലെ ഒന്നാമത്തെ അക്ഷരം നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മ കൊണ്ടോ അച്ഛനെ കൊണ്ടോ തുടങ്ങാൻ പറ്റുകയില്ല. നമുക്ക് അള്ളാഹു കൊണ്ട് തുടങ്ങാം, അബു കൊണ്ട് തുടങ്ങാം, ഉമ്മു കൊണ്ട് തുടങ്ങാം. ആൽഫബറ്റിലെ ഒന്നാമത്തെ അക്ഷരം തന്നെ വളരെ ലാളിത്യമുള്ളത്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശബ്ദോച്ചാര ഭാഷയല്ല. അറബി സമ്പൂർണമായും ശബ്ദോച്ചാര ഭാഷയാണ്. മലയാളം അത് ശബ്ദോച്ചാര ഭാഷയല്ല. അറബി മലയാളത്തിന് എന്തുകൊണ്ട് നമ്മുടെ പൗരാണികർ ഇത്ര കൂടുതൽ പ്രാധാന്യം കൊടുത്തു? 5000-ലേറെ കൃതികൾ കണ്ടെത്തിയ അറബി മലയാളത്തിൽ എന്ന് പറഞ്ഞുവല്ലോ. എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കണം. ഈ മലയാളം എന്ന് പറയുന്നത് ശബ്ദോച്ചാര ഭാഷയല്ല. എന്തുകൊണ്ട്? അതിൽ നിന്ന് 10 അക്ഷരങ്ങൾ എടുത്താൽ അതിന് ഭിന്നോച്ചാരണമാണുള്ളത്. ഒന്ന് ഗ, ജ, ഡ, ദ, ബ, യ, ര, ല, ന, ട എന്ന് പറയുന്ന അക്ഷരങ്ങൾ. ഉദാഹരണത്തിന് പറയാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് തെന്നിപ്പോരാം. പന എന്ന് എഴുതിയുമ്പോൾ അവിടെ ന ഉച്ചരിക്കുന്നത് പോലെയല്ല നരി എന്ന് എഴുതുമ്പോൾ ഉച്ചരിക്കുന്നത്. നരി എന്ന് ഉച്ചരിക്കുന്നത് പോലെയല്ല പന എന്ന് ഉച്ചരിക്കുന്നത്. പനയിലെ ന ഉച്ചരിക്കുന്നത് നാക്ക് ഊനിൽ തൊടണം എന്നാ പറഞ്ഞത്. നാവ് ഊനിൽ തൊട്ടുകൊണ്ട് പന എന്ന് പറയുന്നു. ഒരേ അക്ഷരം തന്നെ 2 രീതിയിലാണ് ഉച്ചരിക്കുന്നത്. പന എന്ന് പഠിച്ച കുട്ടി നരി എന്ന് വായിക്കാൻ പറയുമ്പോൾ തെറ്റിച്ചാൻ വായിക്കുന്നത്. നരി എന്ന് പറയും, തെറ്റാണ്. നരി എന്ന് പറയണം. അവിടെ ജിഹ്വാഗ്രം ദന്തത്തിൽ സ്പർശിക്കണമെന്നാണ്. ജിഹ്വാഗ്രം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അറ്റം, അത് പല്ലിൽ സ്പർശിക്കണം, ദന്തത്തിൽ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പം അവിടെ നരി എന്നാ പറയുന്നത്. അല്ല, നരി എന്നാ പറയുന്നത്. നേരത്തെ പന എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നാവ് ഊനിലാണ് തട്ടിയതെങ്കിൽ ഇവിടെ പല്ലിലാണ് തട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളൊന്ന് പാറ്റ നോക്കുക. ട എന്ന് എഴുതിയത് മലയാളത്തിൽ എഴുതുന്നത് 2 റ എഴുതിക്കൊണ്ടാണ്. റ് പ്ലസ് റ, അതാണ് റ എന്നല്ലേ വായിക്കേണ്ടത്, പക്ഷെ ട എന്നാ വായിക്കുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് എഴുതിയത് തന്നെ വായിക്കുന്ന ഒരു ഭാഷയായിട്ട് മലയാള ഭാഷയെ കണ്ടുകൂടാ. പൂർണ്ണമായും ശബ്ദോച്ചാര ഭാഷയല്ല. നേരെ മറിച്ച് അറബി അങ്ങനെയല്ല. അറബിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ശബ്ദോച്ചാര ഭാഷയാണ്. ഇപ്പോൾ സ്കൂളിൽ നേരത്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം, സ്കൂളിലൊക്കെ പറ തറയ്ക്കുണ്ടായിരുന്നു പഴയ കാലത്ത്. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? ആ കൊണ്ട് തുടങ്ങാതെ റ കണ്ട് എഴുതാൻ. മലയാള ഭാഷയിലെ ആൽഫബറ്റിൽ ഏറ്റവും ലളിതമായത് റ എന്ന് പറയുന്ന അക്ഷരമാണ്. റ എന്ന അക്ഷരമാണ് ഏറ്റവും ലളിതമായത്. എന്നാൽ പിന്നെ റ കണ്ട് തുടങ്ങണ്ടേ? അതും പറ്റില്ല. പറ കൊണ്ടായിരുന്നു പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ തുടങ്ങിയിരുന്നത്. അതിനെന്താ കാരണം പറഞ്ഞത്? അതിന് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ പറഞ്ഞ കാരണം, നമ്മുടെ ഭാഷാ പണ്ഡിതന്മാരും പറഞ്ഞ കാരണം എന്താ? കുട്ടിയുടെ കണ്ണ് ആദ്യമായി പതിയുന്നത് പറ എന്ന് എഴുതിയാൽ റായിലാണ് പതിയുന്നത്. തൽക്കാലം അങ്ങനെ ഒരു മുട്ടുശാന്തി അല്ലേ? റാ കൊണ്ട് തുടങ്ങിയതിന് പകരം പറ കൊണ്ട് തുടങ്ങിയപ്പോൾ റായിലാണ് കണ്ടുപഴുന്നത് എന്ന് പറയുകയുണ്ടായി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. റാ കൊണ്ട് തുടങ്ങിയപ്പോൾ അന്ന് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? അന്ന് 5 വയസ്സ് പൂർണ്ണമായിട്ട് കുട്ടിയെ സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പോലും വലിയ പ്രശ്നമുണ്ടായിരുന്നു. കുട്ടിക്ക് ഈ റാ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? ജിഹ്വയുടെ ഉപാഗ്രം മൂർധാവിൽ ഇടവിട്ട് തൊട്ട് ഉച്ചരിക്കണമെന്നാണ് പറഞ്ഞത്. ജിഹ്വ, നാവിൻ്റെ ഉപാഗ്രം, അത് മൂർധാവിൽ തൊടണം. അതായത് വായുടെ മേൽത്തട്ടിൻ്റെ മധ്യത്തിനാണ് മൂർധാവ് എന്ന് പറയുന്നത്. അവിടെ തൊട്ട് റ. അപ്പം അവിടെ ഇടവിട്ട് തൊട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഒരു ആവർത്തന സ്വഭാവം ഉണ്ടാവും റ എന്ന് ഉച്ചരിക്കുമ്പോൾ. അങ്ങനെ ഉച്ചരിക്കുന്നത് ഇത് മിക്ക കുട്ടികൾക്കും ഉച്ചരിക്കാൻ കഴിയുകയില്ല. കുറച്ച് പ്രായം കഴിയുമ്പോൾ മാത്രമേ കുട്ടിക്ക് ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. വായുടെ സ്വാധീനം അങ്ങനെയാണ്. എല്ലാ അക്ഷരവും എല്ലാ പ്രായത്തിലും ഉച്ചരിക്കാൻ കഴിയുകയില്ല. നമ്മൾ കുട്ടികളെ ഇന്ന് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, താഴെ ക്ലാസ്സിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, LKG മുതൽക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്.
പക്ഷെ എല്ലാ അക്ഷരവും എല്ലാ പ്രായത്തിലും ഉച്ചരിക്കാൻ കഴിയുകയില്ല. ഏതെങ്കിലും ആവട്ടെ, ഇവിടെ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മുടെ അറബി ഭാഷയുടെ അറബി ലിപിയുടെ അറബി അക്ഷരമാലയുടെ ലാളിത്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതുകൊണ്ട് ശബ്ദോച്ചാര ഭാഷയല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷും അങ്ങനെ തന്നെ. നമ്മുടെ കുട്ടികൾക്ക് ആദ്യമായി അറബി തന്നെ പഠിപ്പിക്കണം. മലയാളം പഠിപ്പിക്കും മുമ്പ്, ഇംഗ്ലീഷ് പഠിപ്പിക്കും മുമ്പ് അറബി തന്നെ വളരെ ലളിതമാണ്, നേച്ചറലാണ്, പ്രകൃതി സഹമാണ്. ഇപ്പം ഇംഗ്ലീഷ് ഒരു മാഷ് വന്നിട്ട് ബോർഡിൽ എഴുതി കൊടുത്തു, ഗോട്ടി എന്ന് എഴുതി. GHOTI എന്താ വായിക്കാൻ കുട്ടിയെ പരിശോധിക്കാൻ വേണ്ടി എഴുതിയതാ. GHOTI എന്ന് എഴുതി ഗോട്ടി എന്ന് കുട്ടി വായിക്കേണ്ടിയിരുന്നു. പക്ഷേ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് വായിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഫിഷ് എന്നാണ് വായിച്ചത്. സാറ് അമ്പരന്ന് പോയി. എന്താ ഫിഷ് എന്ന് വായിച്ചത്? സാറ് ചോദ്യം ചെയ്തപ്പോൾ കുട്ടി പറഞ്ഞു റഫ് എന്നതിന് സാറ് പഠിപ്പിച്ച സ്പെല്ലിംഗ് എന്താ? HOUGH. GH അവിടെ ഫായുടെ ഉച്ചാരണമല്ലേ? അപ്പം ഇവിടെയും ഇവിടെ GHന് ഫായുടെ ഉച്ചാരണം കൊടുത്തു. പിന്നെ വിമൺ എന്ന് പറയുമ്പോൾ വുമൻ്റെ പ്ലൂരൽ പഠിപ്പിച്ചപ്പോൾ അവിടെ MO വന്നപ്പോൾ അവിടെ വിമൺ എന്നല്ല ഉച്ചരിച്ചത് ഈയുടെ ഉച്ചാരണമല്ലേ? അതുകൊണ്ട് GHO എന്നത് ഫി എന്ന് വായിച്ചു. മോഷൻ എന്ന് സാറ് പഠിപ്പിച്ചപ്പോൾ TI വന്നപ്പോൾ ഷായുടെ ഉച്ചാരണമല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ TIക്ക് ഷായുടെ ഉച്ചാരണം കൊടുത്ത് അപ്പം GHOTI എന്നത് ഫിഷ് എന്ന് വായിച്ചു. കുട്ടിയോട് പറ്റില്ല എന്ന് പറയാൻ വല്ല നിയമം നമ്മുടെ മുമ്പിലുണ്ടോ? ഇല്ല. അടുത്ത പീരീഡിൽ സാറ് വന്ന് ബോർഡിൽ എഴുതി PUT ഫുഡ്. എന്താ സാറേ യു അങ്ങനെ ഉച്ചരിക്കാതെ അങ്ങനെ ഉകാരാന്ന്. അടുത്ത പീരീഡിൽ വന്ന് CUT എഴുതി കട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോവുക. കുട്ടി കുട്ടെന്ന് വായിച്ചു. സാറ് പറഞ്ഞ് കൂട്ടുന്നല്ല കട്ടെന്നാണ്, അല്ല കുട്ടെന്നാണ് കുട്ടി. സാറ് കഴിഞ്ഞ പീരീഡിൽ എന്താ PUT എന്താ പഠിപ്പിച്ചത്? പുട്ടുന്നല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതും കുട്ടി തന്നെ ആവട്ടെയാണ്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ സ്ഥിതിയുള്ളത്. അപ്പോൾ അറബി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. എഴുതിയത് വായിക്കുന്ന ശബ്ദോച്ചാര ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. അറബി ഭാഷ അതൊരു ജീവൽ ഭാഷയാണ്, മൃതഭാഷയല്ല. ഏത് മുറവിളി കൂട്ടിയാലും സംസ്കൃതം മൃതഭാഷയാണല്ലോ. ലാറ്റിൻ, ഗ്രീക്ക് ഇതൊക്കെ ഇന്ന് മൃതഭാഷയാണ്. അതേസമയം പിന്നെ ഹിന്ദി പോലെ, ഇംഗ്ലീഷ് പോലെ, മലയാളം പോലെ ജീവൽ ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. മാതൃഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ മാതൃഭാഷയെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കുണ്ടൂർ ഉസ്താദ് അവറുകൾ അറബിയിൽ രചന നടത്താറുണ്ട്, മലയാളത്തിൽ രചന നടത്താറുണ്ട്. നല്ല ശ്രവണമധുരമായ പദ്യങ്ങൾ മലയാളത്തിലും അറബിയിലും ഒരുപോലെ രചിക്കാൻ കഴിവുള്ള മഹാനായിരുന്നു അദ്ദേഹം. നിമിഷക്കവിയായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ നമുക്ക്, മലയാളം നമ്മുടെ മാതൃഭാഷ, നമ്മുടെ ഓഡിയൻസ് മലയാളികൾ, അവരെ പ്രബോധിക്കേണ്ടത് മലയാള ഭാഷയിൽ. അതുകൊണ്ട് ഒന്നാമതായും എല്ലാ പ്രബോധകരും, എല്ലാ പണ്ഡിതന്മാരും, എല്ലാ വിദ്യാർത്ഥികളും മലയാള ഭാഷയിൽ കഴിവ് നേടിയിരിക്കണം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മനുഷ്യനു പെറ്റമ്മതൻ ഭാഷതാൻ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്കവേണം എന്ന് മഹാകവി വള്ളത്തോൾ പാടിയത് കഥ. ഏത് വേദമായാലും ഏതൊരു കാവ്യമായാലും ഏതൊരു ശാസ്ത്രമായാലും നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയിലൂടെ ആദ്യമായി പഠിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കണം. അത് അവഗണിച്ച് തള്ളാവുന്നതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മാതൃഭാഷയിൽ നമുക്ക് എല്ലാം എഴുതാൻ പറ്റുമോ? മാതൃഭാഷയിൽ എല്ലാം എഴുതാൻ പറ്റില്ല. നമ്മൾ ഇസ്ലാമിക സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ ഒരു ശാഖ അറബി മലയാളത്തിൽ തന്നെ നിലനിൽക്കണം. എന്തുകൊണ്ട്? ഇസ്ലാമിക സാഹിത്യ കൃതികൾ മുഴുവനും മലയാള ഭാഷയിൽ എഴുതാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് ഞാൻ അടിസ്ഥാനപരമായി പറയുകയാണ്. നമുക്ക് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരെടുക്കാം. ഇവിടെ അറബി നമ്മുടെ ആൽഫബറ്റിൽ എടുത്താൽ 15 അക്ഷരങ്ങൾ മലയാളത്തിൽ എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങളുണ്ട്. അറബി ആൽഫബറ്റിലെ 15 അക്ഷരങ്ങൾ മലയാള ഭാഷയിൽ എഴുതാനേ പറ്റുകയില്ല. 13 എണ്ണം പൂർണ്ണമായും പറ്റുകയില്ല, 2 എണ്ണം ഭാഗികമായി പറ്റുകയില്ല. സ സ സ ഹ ഖ ദ
സ സ്വ ല ത്വ ലോ ഐന് ഗൈന് ഫാ ഖാഫ് ഈ പറഞ്ഞ അക്ഷരങ്ങൾ സാവും ഹാവും ഖാവും ദാലും സായും സ്വാദും ലാദും ത്വാവും ലോവും ഐനും ഗൈനും ഫാവും ഖാഫും ഈ പറഞ്ഞ 13 അക്ഷരങ്ങൾ മലയാളത്തിൽ തീരെ എഴുതാൻ പറ്റുകയില്ല.